തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം. കടലിനെ ഉമ്മവെച്ച് മുരുകന്റെ തിരുച്ചെന്തൂർ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലുള്ള തിരുച്ചെന്തൂർ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ മുരുകക്ഷേത്രമാണ്. വിജയത്തിന്റെ പുണ്യനഗരം എന്നാണ് തിരുച്ചെന്തൂർ എന്ന പദത്തിന്റെ അർത്ഥം. ക്ഷേത്രത്തിന്റെ കിഴക്കേ അരികിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ക്ഷേത്രത്തിന് മുന്നിലുള്ള കടലിൽ 9 പുണ്യതീർത്ഥങ്ങൾ സംഗമിക്കുന്നു എന്നാണ് വിശ്വാസം. ഐതിഹ്യം: ശിവകോപത്തെ തുടർന്ന് ഒരു തല നഷ്ടപ്പെട്ട ബ്രഹ്മാവ് പുണ്യതീർത്ഥമായ തിരുച്ചെന്തൂർ കടലിൽ കുളിച്ച് ആ തല വീണ്ടെടുത്തതായി വിശ്വസിക്കപ്പെടുന്നു. കിഴക്കുഭാഗം കടലായതിനാൽ പടിഞ്ഞാറു ഭാഗത്താണ് പ്രധാന ഗോപുരം. 9 നിലയുള്ള ഗോപുരത്തിന് 137 അടി ഉയരമുണ്ട്. അസുരന്മാരായ ശൂരപത്മനും സഹോദരന്മാരായ സിംഹമുഖനും താരകനും 3 ലോകങ്ങളും കീഴടക്കാനൊരുങ്ങി. ദേവന്മാർ കൈലാസത്തിലെത്തി ശിവനെ സങ്കടമുണർത്തിച്ചു. ശിവന്റെ കണ്ണിൽ നിന്ന് 6 അഗ്നിഗോളങ്ങൾ പുറത്തേക്ക് വന്നു. അഗ്നിക്ക് അത് താങ്ങാൻ കരുത്തില്ലാതെ ഗംഗയെ ഏൽപ്പിച്ചു. ഗംഗ അത് ഹിമാലയത്തിലെ ശരവണപ്പൊയ്കയിൽ നിക്ഷേപിച്ചു. അതെല്ലാം 6 കുട്ടികളായി മാറി. തനിക്ക് താലോലിക്കാൻ ഒരു കുട്ടി കൂടി വേണമെന്ന് ഈ സമയത്താണ് പാർവതി ആഗ്രഹം പ്രകടിപ്പിച്ചത്. ശിവൻ ശരവണപ്പൊയ്കയിലെ 6 കുട്ടികളെ കാട്ടിക്കൊടുത്തു. പാർവതി എല്ലാവരെയും വാരിയെടുത്തു. ഉടൽ ഒന്നായെങ്കിലും തലകൾ യോജിച്ചില്ല. അതാണ് ഷൺമുഖൻ. ശിവൻ ഷൺമുഖനെ ദേവസേനയുടെ അധിപനാക്കി. തിരുച്ചെന്തൂരിന് തെക്കുഭാഗത്ത് കടലിനടിയിലായിരുന്നു ശൂരപത്മന്റെ വാസസ്ഥാനമായ മഹേന്ദ്രഗിരി. തിരുച്ചെന്തൂരിന് തെക്കുഭാഗത്ത് കടലിനടിയിലായിരുന്നു ശൂരപത്മന്റെ വാസസ്ഥാനമായ മഹേന്ദ്രഗിരി. കടലിലും ആകാശത്തിലും രാവും പകലുമായി 5 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ശൂരപത്മനെയൊഴികെയുള്ളവരെ നിഗ്രഹിച്ചു. 6-ാം ദിവസമാണ് ശൂരപത്മൻ ഷൺമുഖന്റെ വിശ്വരൂപം കണ്ട് കീഴടങ്ങി. യുദ്ധം ജയിച്ച് തിരിച്ചെത്തിയ ഷൺമുഖൻ ദേവശില്പിയായ മയനെ വിളിച്ച് നേരത്തെ പ്രതിഷ്ഠിച്ച ലിംഗത്തിൽ ക്ഷേത്രം പണിയാൻ നിർദ്ദേശിച്ചു. ശിവനെ പൂജിച്ച് ഷൺമുഖനും തിരുച്ചെന്തൂരിൽ നിലകൊള്ളുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. തൂത്തുക്കുടിയിൽ നിന്ന് 38 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുച്ചെന്തൂരായി. തിരുനെൽവേലിയിൽ നിന്ന് 50 കിലോമീറ്റർ റോഡ് മാർഗവും ട്രെയിൻ മാർഗവും തിരുച്ചെന്തൂരിലെത്താം.